Praise the Lord. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ. ഇൻപമുള്ള ജീവിതവും ഏറെ ദാനം മാനങ്ങളും തുൻപമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയാൻ നേരുനീര് പാവഴിയോ നീണ്ട നാടയോ കോറുതോ പാരം കരഞ്ഞോടും നാദോ പാരീതിയിലും ഭാഗ്യങ്ങളോ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 104 സങ്കീർത്തനം 24 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാൻ ഉണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരീക്ഷകൾ നമ്മുടെ നന്മയ്ക്കായി എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കാം. അതിനായി ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൽ കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങൾ ഒക്കെയും മൂടിപ്പോയി. ദൈവവചനത്തിൽ വെള്ളം കഷ്ടങ്ങളെയും ഉപദ്രവങ്ങളെയും കുറിക്കുന്നു. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്ന് 69-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അത്യധികം പൊങ്ങുവാൻ ദൈവം അനുവദിക്കുന്നത് നമ്മിലെ ഉയർന്ന മലകൾ അല്ലെങ്കിൽ കൂടെ തല ഉയർത്തുന്ന നിഗള സ്വഭാവം തകർന്ന് നശിക്കുന്നതിനാണ്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ നേരിട്ട പരീക്ഷകൾ അവരെ താഴ്മയുള്ളവരാക്കുന്നതിനായിരുന്നു എന്ന് ആവർത്തനം 8:2 കാണുന്നു. ഹല്ലേലൂയ. ഭൂമി മുഴുവനും മൂടി ആകാശം മാത്രം കാണുന്ന നിലയിൽ വെള്ളം അത്യധികം പൊങ്ങി. പ്രിയ ദൈവപൈതലേ, ക്രിസ്തുവും ദൈവിക സ്വഭാവവും മാത്രം നമ്മിൽ കാണപ്പെടത്തക്ക വണ്ണം എന്റെ പ്രാകൃത സ്വഭാവത്തെ അതിൻ്റെ സകലവിധ മായയോടും കൂടെ മൂടിപ്പോകണമെന്ന ഉദ്ദേശത്തോടെയാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളം പൊങ്ങിയപ്പോൾ സകല ജഡവും ചത്തുപോയി എന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നു. സകല ജനത്തെയും നശിപ്പിക്കുക എന്നത് ജലപ്രളയത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ജഡീകവും
വിശുദ്ധീകരിക്കപ്പെടാത്തതുമായ സ്വഭാവത്തെ ഉരിഞ്ഞു കളയുവാൻ പരീക്ഷകൾ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജനത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി അവരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് 1 പത്രോസ് 4:1-2 തിരുവചനത്തിൽ കാണുന്നു. ആകയാൽ പ്രിയ ദൈവപൈതലേ, ദൈവഹിതപ്രകാരമുള്ള പരീക്ഷകളെ സ്വാഗതം ചെയ്യുവിൻ. അവ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ ഉറപ്പായുള്ള അടയാളമായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗം പഠിക്കുമ്പോൾ നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ശമൂവേലിന്റെ പൗത്രനാണ് ആസാഫ്. അദ്ദേഹം 11 സങ്കീർത്തനങ്ങൾ രചിച്ചു. സ്വർഗത്തിൽ ദൈവദൂതന്മാർ ദൈവത്തെ പാടി പുകഴ്ത്തുമ്പോൾ ഭൂമിയിൽ ദൈവത്തെ പാടി പുകഴ്ത്തുന്നവൻ ആയിരുന്നു ആസാഫ്. സാക്ഷി പേടകത്തിന് മുന്നിൽ ശുശ്രൂഷ ചെയ്തവൻ, വാക്കിലും പ്രവൃത്തിയിലും ഒന്നും തന്നെ പാപം ചെയ്യാത്തവൻ, പൂർണ്ണ സമയവും ദൈവാലയത്തിൽ പാടുന്നവൻ. എന്നാൽ ആ ഭക്തൻ അസഹനീയമായ മാനസിക സംഘർഷത്തിൽ പെടുന്നു. നീതിമാനായ തനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് ആസാഫ് ചിന്തിക്കുന്നു. അങ്ങനെ ആ വിചിന്തനത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് രചിച്ചതാണ് 73-ാം സങ്കീർത്തനം. നീതിമാനായ തനിക്ക് വേദനയും ദുഃഖവും, എന്നാൽ ദുഷ്ടന്മാരും അഹങ്കാരികളും ഭൂമിയിൽ തഴച്ചു വളരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഉലയുന്നു. നിലവിളിയുമായി അദ്ദേഹം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ വെച്ച് ആസാഫിന് ദൈവിക വെളിച്ചം ലഭിക്കുന്നു. ദുഷ്ടന്മാർ ഉന്നതി പ്രാപിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും അവർ ഏതു നേരവും വീഴാവുന്ന വഴുവഴുപ്പിലാണ് നിൽക്കുന്നത് എന്ന ആത്മീയ ബോധം അവരിൽ ദൈവം നൽകുന്നു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മുരൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു എന്ന് 73-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങളിൽ കാണുന്നു. ദുഷ്ടന്മാരുടെ ഓർമ്മ പോലും ഭൂമിയിൽ നിലനിൽക്കാതെ നശിച്ചു പോകും. എന്നാൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവൻ എന്ന് ദൈവം ആസാഫിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എന്ന് 73-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങളിൽ കാണുന്നു. ഈ വാക്യങ്ങളിൽ കൂടി ദൈവം നൽകുന്ന ഉറപ്പാണ് ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന എന്ന ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്നു. എന്നിട്ടും നാം എന്തിനാണ് ദൈവത്തോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ലോക അവസാനത്തോളം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ അവർ ദാവീദിനെ പോലെ ഇങ്ങനെ പറയും. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിനെ വഴി നടത്തുമ്പോൾ പിതാവ് ആ കുഞ്ഞിന്റെ വലങ്കൈ മുറുകെ പിടിക്കും. കാരണം പിടിവിട്ടാൽ കുഞ്ഞ് വഴിതെറ്റിപ്പോകും. നമ്മുടെ പിതാവ് നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമെന്നാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് യെശയ്യാവ് 41:10 കാണുന്നു. ഹല്ലേലൂയ. യഹോവ പറയുന്നു 73-ാം സങ്കീർത്തനം 24-ാം വാക്യം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പ്രിയരെ, ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:21 കാണുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും എന്ന് കാണുന്നു. ഹല്ലേലൂയ. ദൈവം നിത്യമായ ആനന്ദം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു.
പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല. കഷ്ടങ്ങളിൽ ദൈവം എപ്പോഴും കൂടെയുണ്ട്. ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ആലോചന പറഞ്ഞ് നമ്മെ വഴി നടത്തുന്നു. അവസാനം ദൈവ മഹത്വത്തിലേക്ക് നാം ചേർക്കപ്പെടുന്നു. അതിനാൽ ആസാഫിനെ പോലെ നമുക്കും പറയാം. 73 സങ്കീർത്തനം 28 വാക്യത്തിൽ, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, എന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. പ്രിയരെ, അപ്രകാരം യഹോവയെ നമ്മുടെ സങ്കേതമാക്കി ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത ചെറുതും വലുതുമായ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, സമാധാനങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. സകലരെയും കർത്താവ് അലങ്കാരം പിടിച്ച് വഴി നടത്തണം നാഥ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ഹല്ലേലൂയ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനായി തീരുവാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം, അപമാനിക്കണം കർത്താവ്. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി നിത്യജീവന് വേണ്ടി സകലരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ നാഥ. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഞങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണം കർത്താവേ. ഹല്ലേലൂയ. യേശു മാത്രം രക്ഷകനെന്ന്. ഹല്ലേലൂയ. ആമേൻ. നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി കുരിശിൽ യാഗമായത് എന്നും, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുവാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനതൊക്കെ വേണം. എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണപ്പാ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പാ. കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം നൽകണപ്പാ. ജീവനുള്ള ദൈവം ഏതെന്നറിയാതെ ഭാരത്തോടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു മകൾ ഭാഗ്യം നൽകണപ്പാ. കർത്താവെ, അപ്രകാരം എല്ലാ മക്കളെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം എന്നുള്ള പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.